Hello, my dear students. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലോജിക്കൽ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓപ്പറേറ്റർ എന്നുള്ളത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് റിസൾട്ട് കിട്ടുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ലോജിക്കൽ ഓപ്പറേറ്റർ. ബിക്കോസ് ഇതൊരു ബൂളിയൻ ഓപ്പറന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ട്രൂ ഓർ ഫാൾസ് വാല്യൂ റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഫാൾസ് എന്ന വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് 0 ആണ്, ട്രൂ എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് 1 ആണ്. നമുക്ക് 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്. ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നതും ലോജിക്കൽ ഓർ എന്ന് പറയുന്നതും ബൈനറി ഇൻ നേച്ചർ ആണ്. അതിൽ രണ്ട് ഓപ്പറേറ്റർ, ഇത് കണ്ടോ, ആൻഡിന്റെ രണ്ട് സിമ്പൽ ഉണ്ട്, അതുപോലെ പൈപ്പിന്റെ രണ്ട് സിമ്പൽ ഉണ്ട് അല്ലെ, അതുകൊണ്ട് അത് ബൈനറി ഇൻ നേച്ചർ ആണ്. ലോജിക്കൽ നോട്ട് ആണെങ്കിൽ യൂണറി ഇൻ നേച്ചർ ആണ്, അതൊരു യൂണറി ഓപ്പറേറ്റർ ആണ്. സോ ഈ മൂന്നെണ്ണമാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ലോജിക്കൽ ആൻഡ്. ലോജിക്കൽ ആൻഡിന്റെ ലെഫ്റ്റ് സൈഡിൽ ഓപ്പറന്റ് 1ഉം റൈറ്റ് സൈഡിൽ ഓപ്പറന്റ് 2ഉം നമ്മൾ വാല്യൂസ് ഇടുന്നുണ്ട്. അതിലെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററിൽ രണ്ട് വാല്യൂസും ട്രൂ ആയാൽ മാത്രമാണ് റിസൾട്ട് ട്രൂ ആവുന്നത്. ഇവിടെ എക്സ് വാല്യൂ ട്രൂ ആണ്, വൈ വാല്യൂ ട്രൂ ആണ്. 1 റെപ്രസെന്റ് ചെയ്യുന്നത് ട്രൂ ആണ് കേട്ടോ. അപ്പൊ രണ്ടും ട്രൂ ആയതുകൊണ്ട് വാല്യൂ ട്രൂ ആയി. ഏതെങ്കിലും ഒരു വാല്യൂ ഫോൾസ് ആണെങ്കിൽ തന്നെ നമുക്ക് റിസൾട്ട് ഫോൾസ് ആണ് കിട്ടുന്നത്. ഇവിടെയും ഒരു വാല്യൂ ഫോൾസ് ആണ്, അതുകൊണ്ട് നമുക്ക് റിസൾട്ട് ഫോൾസ് ആണ് കിട്ടിയത്. ഇവിടെ രണ്ടും ഫോൾസ് ആണ്, രണ്ടും 0 ആണ്, അതുകൊണ്ട് നമുക്ക് റിസൾട്ട് 0 ആണ് കിട്ടിയത്. സോ രണ്ട് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ. ഇത് അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം ആണ്. ഇവിടെ ഓപ്പറന്റ് 1ഉം ഓപ്പറന്റ് 2 ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ രണ്ട് വാല്യൂസും പോസിറ്റീവ് ആണ്, A10ഉം B2 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ രണ്ടും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് അത് ആൻഡ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബോത്ത് വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ്. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ബോത്ത് വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളത് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ബോത്ത് വാല്യൂസ് ആർ ലെസ് ദാൻ 0 എന്നുള്ളത് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൽ പറഞ്ഞിരിക്കുന്നത്. സോ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ബോത്ത് വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ 0. ലോജിക്കൽ ഓർ ഓപ്പറേറ്റർ. ലോജിക്കൽ ഓർ ഓപ്പറേറ്ററിൽ ഏതെങ്കിലും ഒരു വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ തന്നെ നമുക്ക് റിസൾട്ട് പോസിറ്റീവ് കിട്ടും. ഇവിടെ രണ്ട് വാല്യൂ 1 ആണ്, രണ്ട് വാല്യൂ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ രണ്ട് വാല്യൂ ട്രൂ ആണ്, അതുകൊണ്ട് നമുക്ക് റിസൾട്ട് ട്രൂ കിട്ടി. ഇവിടെ y വാല്യൂ ഫോൾസ് ആണ്, അല്ലെങ്കിൽ 0 ആണ് അല്ലെ, ബട്ട് എക്സ് വാല്യൂ 1 ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, റിസൾട്ട് 1 കിട്ടി. ഇനി ഇവിടെ y വാല്യൂ 1 ആണ്, ബട്ട് എക്സ് വാല്യൂ 0 ആണ്, പക്ഷെ ഇത് പ്രശ്നമല്ല, നമുക്ക് റിസൾട്ട് 1 കിട്ടും. ബട്ട് ഇവിടെ രണ്ട് വാല്യൂ 0 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആൻസർ 0 കിട്ടുന്നത്. ബാക്കി എല്ലാത്തിലും നമുക്ക് ഔട്ട്പുട്ട് 1 ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ട്രൂ വാല്യൂസ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അതാണ് ഓർ ഓപ്പറേഷൻ, ലോജിക്കൽ ഓർ ഓപ്പറേഷൻ. ദെൻ അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം. ഓപ്പറന്റ് 1 ആയിട്ട് ഓപ്പറന്റ് 2 ആയിട്ടുമുള്ള രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതിലെ എ വാല്യൂ നെഗറ്റീവ് വാല്യൂ ആണ് കേട്ടോ, -1 ആണ്. ബി വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണ്, ട്രൂ വാല്യൂ ആണ്. സോ നമ്മൾ ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ആയാൽ മതി. അപ്പൊ ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എനി വൺ ഓഫ് ദ ഗിവൺ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ബോത്ത് വാല്യൂസ് ആർ ലെസ് ദാൻ 0. അപ്പോൾ ഇവിടെ b ഈക്വൽ ടു 20 എന്നുള്ളത് ഒരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് ഇതാണ് പ്രിന്റ് ചെയ്യുക, എനി വൺ ഓഫ് ദ ഗിവൺ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതാണ് പ്രിന്റ് ചെയ്യുക. ദെൻ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ. നോട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ നോട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ട്രൂ കിട്ടും.
നമ്മുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ഫാൾസ് കിട്ടും. ആ ഒരു സിമ്പിൾ ഓപ്പറേഷൻ മാത്രമാണ് ഇതിലുള്ളത്. നോട്ട് നമ്മൾ പറഞ്ഞു നോട്ട് ഒരു യൂണറി ഓപ്പറേറ്റർ ആണെന്ന്. അതുകൊണ്ടാണ് ഇതിന് നമുക്ക് ആൻഡിലും ഓറിലൊക്കെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അല്ലേ? അത് ബൈനറി ആണ്. ഇതിലാകെ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ നോട്ട് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം എ എന്ന് പറയുന്നത് അസൈൻ ചെയ്തിരിക്കുന്നത് 0 ആയിട്ടാണ്. അപ്പൊ നോട്ട് എ എന്ന് വെച്ചാൽ വാല്യൂ ഇവിടെ എന്താവണം? 1 ആവണം അല്ലെ? അപ്പൊ 1 ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് കണ്ടീഷൻ yielded ട്രൂ, അല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് കണ്ടീഷൻ yielded ഫാൾസ്. സോ ഇവിടെ നോട്ട് എ എന്നുള്ളത് 1 ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കണ്ടീഷൻ yield ട്രൂ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ബൈ. താങ്ക് യു.